ഫിറോസാണേ. ഞാനിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ നെറ്റിയിലെ പൊൻതൂവലായ ഈ കിണാശ്ശേരി പൊക്കുന്ന് കുളങ്ങര പീടിക റോട്ടിലുള്ള കേട്ടോ. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലെ ഓരോ ദിവസം യാത്ര ചെയ്യുമ്പോഴും ഓരോ തവണ ഡ്രൈവ് ചെയ്തിട്ട് ബൈക്കായാലും കാറായാലും റൈഡ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴും ഉത്തരവാദപ്പെട്ട ആളുകളെ, ഉത്തരവാദികളായ ആളുകളോട് വല്ലാത്ത മൊഹബത്ത് തോന്നും, നമുക്ക് ഇഷ്ടം തോന്നും. ഒരുപാട് തവണ പറഞ്ഞു, സമരം ചെയ്തു. സമരം ചെയ്താൽ, ഇതിനെതിരെ സമരം ചെയ്താൽ അപ്പം തന്നെ സമരക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് സംഭവമാക്കാൻ പോലീസുകാർ ഉത്തരവാദപ്പെട്ട ആളുകളും വരും. ഇത് നേരത്തെ കാലേ കൂട്ടി 15 കൊല്ലത്തേക്കുള്ള ടാക്സ് വാങ്ങി നക്കി ചേർത്ത് ആഫീസുകളിലും എ സികളിലും ഇരുന്നും കയറ്റി ജനങ്ങളെ നോക്കി പല്ലിളിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകളെ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു റിയാക്ഷനും ഇല്ലാതെ സമൂഹത്തിനോട് കൊഞ്ഞനം കുത്തുകയാണ്. ഇത് കണ്ടോ, എത്ര പേര് ഇവിടെ വീണു പോകുന്നുണ്ടെന്നറിയോ? എത്ര പേര് വീണിട്ട് വീട്ടിൽ കിടക്കുന്നുണ്ടെന്നറിയോ? പരിക്ക് പറ്റിയിട്ട്. ഇത് 4 മീറ്റർ തികച്ചില്ല റോഡ്. 2 സൈഡിലും കീറി പൊളിച്ചിട്ടിക്കുക. 2 സൈഡും കീറി പൊളിച്ചിട്ടിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ ഒരു സമരമൊക്കെ നടന്നു. അന്ന് ഭയങ്കര അറസ്റ്റും പിന്നെ ആകാശത്തേക്ക് വെടിവെപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നന്നാക്കൂല. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുതിയ റോഡ് ഉണ്ടാക്കിയ കോടാനുകോടി ഉറുപ്പ്യ ചിലവാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാർ വിഴുങ്ങിയതിൻ്റെ ബാക്കി നക്കാപ്പിച്ചുകൊണ്ട് റോഡ് ഉണ്ടാക്കിയിട്ട് റബ്ബറൈസ് ചെയ്തിട്ട് ഡെബറേച്ചിട്ട് റോഡ് എന്ന് ബോർഡും വെച്ച് വലിയ ഞെളിഞ്ഞിരുന്ന് പിറ്റേന്ന് കേരള വാട്ടർ അതോറിറ്റിയും ഇലക്ട്രിസിറ്റിയും വന്നിട്ട് മാന്തി പൊളിച്ച് കീറി കോലമാക്കി പരുവാക്കിയിട്ട് പിന്നെ അങ്ങനെ ഇടുക. പതിറ്റാണ്ടുകൾ സമരം ചെയ്തിട്ട് കാത്തിരുന്നിട്ടാണ് ഓരോ റോഡ് ഉണ്ടാവുന്നത്. കോടികൾ ചിലവഴിച്ച്, കോടികൾ മുക്കി നക്കിയിട്ട്, എന്നിട്ട് അത് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ആഴ്ച തന്നെ വന്നിട്ട് കീറി മുറിച്ച് നശിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുക. 4 മീറ്റർ തികയൂല ഈ റോഡിൻ്റെ വലിപ്പം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ കേട്ടേ ഒക്കുള്ളൂ, നമ്മൾ പറയുകയും ചെയ്യും. കാരണം എന്താ അറിയോ, നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഓരോ വാഹന ഉപയോക്താക്കളും 15 കൊല്ലത്തേക്കുള്ള റോഡ് ടാക്സ് അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ പുളിച്ച തെറിയും ഉളുപ്പേട്ട വർത്താനവും സമരങ്ങളും കേൾക്കാനും ഫേസ് ചെയ്യാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഒരു ലേശ ഉളുപ്പ് കാണിക്കും കേട്ടോ. ഒരു സമൂഹത്തിനോടൊരു പ്രതിബദ്ധത കാണിക്കും. ഒരു മനുഷ്യനും ഇവിടെ നികുതി കൊടുക്കാതെ ജീവിച്ചു പോകുന്നില്ല. മാനസികമായിട്ട് അസ്വാസ്ഥ്യമുള്ള ആളുകളും അസുഖം ബാധിച്ചവരും വയസ്സന്മാരും ഒക്കെ ഒരണാപ്പായി തെറ്റാതെ നിങ്ങൾക്ക് നികുതി തരുന്നുണ്ട് കേട്ടോ. ആ നികുതി നക്കിച്ചേർത്തിട്ടാണ് നിങ്ങൾ ഈ പാവം സമൂഹത്തിനോട് ഇങ്ങനെ പല്ലിളിക്കുന്നത് എന്നുള്ളത് സമൂഹത്തിന് അറിയാം എന്നുള്ളത് റിമൈൻഡ് ചെയ്യാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് കേട്ടോ. എന്താ പറയുക, എത്ര തവണ പറയണം? ടാക്സ് തെറ്റിയ ഉടനെ തന്നെ വരും MVD നമ്മളെ തൂക്കിക്കൊല്ലാൻ. കഷ്ടം.